ഇന്ദ്രൻ ചേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അയ്യോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സിനിമ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇന്ദ്രൻ സംഘടനയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളായിട്ട് തോന്നും. ഒരിക്കലും അങ്കിളിനോട് 2 ദിവസം അടുപ്പിച്ച് മിണ്ടി കഴിഞ്ഞാൽ ഒരിക്കലും അങ്കിളിന്റെ വേറൊരു ആളായിട്ട് നമുക്ക് കാണാനേ പറ്റില്ല. അത് ആർക്കായാലും അങ്ങനെയാ, ഉറപ്പായിട്ടും അത് അങ്ങനെയായിരിക്കും. കാരണം അത്രയും നമ്മുടെ കൂടെയാ, എപ്പോഴും നമ്മുടെ കൂടെയാ. എടി കൊച്ചെ അങ്ങനെ വിളിക്കുള്ളൂ, കൊച്ചെ കൊച്ചെ എന്ന് വിളിച്ചാൽ എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കും. എനിക്കങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആംഗിള് എപ്പോഴും. എന്തെങ്കിലും ഒരു മൊമെന്റ്സ് ഉണ്ടോ ലൊക്കേഷനിൽ, എന്തെങ്കിലും ഇന്ദ്രൻ ചേട്ടനായിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഓർത്തെടുത്ത് പറയാനുണ്ടാവോ? എല്ലാ മൊമെന്റ്സും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. എന്നുവെച്ചാൽ ആംഗിളിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും പൊതുവെ ഞങ്ങള് സെറ്റില് ഇത് ഡയറക്ട് ചെയ്തുകൊണ്ടിരുന്ന ചേട്ടനാണെങ്കിലും ദീപക്കേട്ടൻ ആണ് ഇത് ഡയറക്ട് ചെയ്തത്. അപ്പം ഞങ്ങളെല്ലാവരും എല്ലാ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ, ഇതെന്താ ദീപക്കേട്ടൻ പറയുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ദീപക്കേട്ടൻ വളരെ കൃത്യമായിട്ട് അറിയാം എന്താ എടുക്കേണ്ടതെന്നുള്ളത്. പക്ഷെ അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പൊരിഞ്ഞടിയായിരിക്കും. അങ്ങനെ രാവിലെ തുടങ്ങി അടി രാത്രി വരെ നീങ്ങും. അപ്പൊ ആ സമയത്ത് പിന്നെ ഒന്നാമത് അവിടെ ഭയങ്കര ചൂടാ, പൊള്ളാച്ചിയിലായിരുന്നു ഷൂട്ട്. അപ്പൊ നമ്മളെ കൊണ്ട് നമ്മൾ ഭയങ്കര തല ഇറങ്ങിപ്പോവും, അങ്ങനത്തെ ചൂടാ. അപ്പം പിന്നെ ഫുഡ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഭക്ഷണമല്ല. അപ്പൊ ഞാനും അങ്കിളും കൂടി ഇത് എല്ലാ സമയത്തും ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും, ഞങ്ങൾ ഒന്നിച്ചാ നിൽക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അച്ചാറ് മേടിച്ച് വെച്ച് ആ വെള്ള അരി തിന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. എന്നുവെച്ചാൽ ചുമ്മാ ഒരു വെള്ളച്ചോറ്, നീണ്ട ഒരു വെള്ളച്ചോറ്, അന്നാന്നോ അങ്ങനെ അതിന് പറയുന്നത്. അപ്പം മൈസൂരൊക്കെ ചെല്ലുമ്പോ കർണാടകയിൽ ആ ചോറാ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ ഒരു എന്തോ ഒരു കുറെ പച്ചക്കറി ഒക്കെ ഇട്ടൊരു കറിയാ. അത് അവിടുത്തെ എന്തോ ഒരു കുളമ്പൊക്കെയാണോ? അത് തന്നെ, വഴുതനങ്ങ ഇട്ടൊരു കറിയാ. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ എനിക്കും അങ്ങോട്ട് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഒരു മാങ്ങാച്ചാറ് മേടിച്ചോണ്ട് പച്ചച്ചോറുണ്ട് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ എന്നിട്ട് എന്നും രാത്രി വരുന്നവര് എടി ഇച്ചിരി കഞ്ഞി കിട്ടുമായിരുന്നെങ്കിലും ഞാൻ ഒന്നോർത്ത് കഞ്ഞിയും കാന്താരി മുളകും ഒക്കെ കൂട്ടി അത് ഞങ്ങൾ എന്ന് വൈകുന്നേരം ഇരുന്ന് ഈ പച്ചച്ചോറ് തിന്നിട്ട് ഇങ്ങനെ കൊതി വിടും. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് ഭക്ഷണം. അപ്പൊ അങ്കിള് പറയും ഞാൻ ബ്രേക്കിന് പോകുമ്പം അവളോട് അച്ചാറിട്ട് തരാൻ പറയാം, അതാകുമ്പോ നിനക്കെങ്കിലും എന്തെങ്കിലും തിന്നാലോ. എന്നിട്ട് ആന്റീനെ കൊണ്ട് അച്ചാറിട്ടോടൊക്കെ. അങ്ങനെ അച്ചാറായിരുന്നു ഞങ്ങളുടെ മെയിൻ ഡിഷ്. അത് ഞാൻ ഓർക്കുന്നുണ്ട്.